ജാതിമത വേരുകളില്ലാതിരുന്ന ഒരു രാഷ്ട്രം. അവിടെ റമദാനും ക്രിസ്മസും ഓണവും ഒരുപോലെ ആഘോഷിച്ചു. ഇങ്ങനെയൊരു സുവർണ കാലഘട്ടം ഇനി സ്വപ്നങ്ങളിൽ മാത്രം. കാരണം BJP എന്ന വർഗീയ ക്യാൻസർ രാജ്യത്തെ ബാധിച്ചു കഴിഞ്ഞു. വീണ്ടും വീണ്ടും മുസ്ലിം പള്ളികൾക്കെതിരെ തൊടുത്തുവിടുകയാണ് BJP. അതിനുവേണ്ടി നിരത്തുന്നതോ പല കാരണങ്ങളും. റമദാനിലെ ഏറ്റവും പവിത്രമായ രാത്രികളിൽ ഒന്നായ ഷാബി ഖദറിൽ ശ്രീനഗറിലെ ചരിത്രപ്രസിദ്ധമായ ജാമിയ മസ്ജിദ് അടച്ചുപൂട്ടാനുള്ള ശ്രമത്തിലാണ് BJP. എന്നാൽ ആ ശ്രമത്തെ പരമാവധി തടയുകയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ഷാബി ഖദർ ശുഭകരമായ അവസരത്തിൽ ആളുകൾ പ്രാർത്ഥനയിൽ നിന്നും തടയുവാൻ ജുമാ മസ്ജിദ് പൂട്ടിയിടുകയും മിർവായിസിനെ വീണ്ടും വീട്ടുതടങ്കലാക്കുകയും ചെയ്തത് എത്ര നിർഭാഗ്യകരമാണ്. ഇത് നടക്കുന്നത് നമ്മുടെ രാജ്യത്താണ്. റമദാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ച ചരിത്ര പ്രസിദ്ധമായ പള്ളിയിൽ ജുമാത്തുൽ വിധ പ്രാർത്ഥനകൾ അനുവദനീയമല്ലെന്ന് പറഞ്ഞ് ഒരു ദിവസത്തിന് ശേഷം കഴിഞ്ഞ ദിവസം അധികാരികൾ ജാമിയ മസ്ജിദിന്റെ കവാടങ്ങൾ അടച്ചുപൂട്ടി. മിർവായിസ് ഉമർ ഫാറൂഖ് വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് നേതൃത്വം നൽകാനിരുന്നെങ്കിലും വീട്ടുതടങ്കലിലായി. പള്ളി പരിസരം ഒഴിയുവാൻ പോലീസ് ആളുകളോട് ആവശ്യപ്പെട്ടപ്പോൾ അധികാരികൾ ജാമിയ മസ്ജിദിന്റെ ഗേറ്റ് അടച്ചുപൂട്ടി. തറാവീഹ് അല്ലെങ്കിൽ ശബ് ഖാനി ആചരിക്കുന്നതിന് ശുഭകരമായ അവസരത്തിലാണ് ഷബ് ഖദർ അനുവദിക്കില്ല എന്ന് ഔഫ് ഖാദിനെ അറിയിച്ചത്. BJP ആദ്യമായിട്ടാണോ പള്ളികൾക്ക് നേരെ തിരിയുന്നത് എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ഇതിനു മുൻപ് ഇത്തരത്തിൽ ഈ 10 വർഷത്തിനുള്ളിൽ പലതവണ പല രീതിയിൽ മുസ്ലിം പള്ളികൾക്കെതിരെ നടപടികൾ എടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലെ പ്രയാഗ്രാജ് നഗരത്തിലുള്ള ഷാഹി മസ്ജിദ് എന്ന ചരിത്ര പ്രസിദ്ധമായ 16-ാം നൂറ്റാണ്ടിലെ ഒരു മുസ്ലിം പള്ളി ജനുവരി 9-ന് റോഡിന് വീതി കൂട്ടുന്നു എന്ന പദ്ധതിയുടെ ഭാഗമായി ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തു. ഉത്തർപ്രദേശിലെ തന്നെ ബുദ്ധവണിലുള്ള 8000 വർഷം പഴക്കമുള്ള ദേശീയ പൈതൃക കേന്ദ്രമായ ഷംസി ജുമാ മസ്ജിദ് കഴിഞ്ഞ വർഷം ഒരു പ്രാദേശിക ഹിന്ദുവിന് വേണ്ടി കോടതിയിൽ കേസ് ഫയൽ ചെയ്തപ്പോൾ തർക്ക വിഷയമായി മാറി. കർഷകൻ വലതുപക്ഷ ഹിന്ദു ദേശീയവാദിയ ഒരു ഗ്രൂപ്പായതുകൊണ്ട് തന്നെ അഖിൽ ഭാരത് ഹിന്ദു മഹാസഭയുടെ പിന്തുണയോടെ മസ്ജിദ് 10-ാം നൂറ്റാണ്ടിൽ പൊളിച്ചു മാറ്റിയ ശിവക്ഷേത്രത്തിന് മേൽ നിർമ്മിച്ച നിയമവിരുദ്ധമായ ഘടനയാണെന്നും ആരോപിച്ചു. മുഗൾ സ്മാരകങ്ങളെ ചുറ്റിപ്പറ്റി നിരവധി വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ആഗോള പ്രാധാന്യമുള്ള സ്മാരകമായ താജ്മഹലിനെ പോലും വെറുതെ വിട്ടില്ല. തീവ്ര വലതുപക്ഷ ഹിന്ദു സംഘടനകൾ ഒരു തെളിവുമില്ലാതെ വീണ്ടും അവകാശപ്പെടുന്നത് ഇതൊരു ഹിന്ദു ക്ഷേത്രമായിരുന്നു എന്നാണ്. 2022-ലെ രാമനവമിയും ഹനുമാൻ ജയന്തിയും ഉൾപ്പെടെയുള്ള നിരവധി ഹിന്ദു ഉത്സവ ആഘോഷങ്ങളിൽ BJP അംഗങ്ങളുടെ നേതൃത്വത്തിൽ സായുധ ഹിന്ദു ജനക്കൂട്ടം മുസ്ലിം പരിസരങ്ങളിൽ പ്രവേശിച്ച് പള്ളികളിൽ കാവി പതാകകൾ സ്ഥാപിക്കുകയും ചെയ്തു. 1992 ഡിസംബർ 6-ന് ചരിത്ര പ്രസിദ്ധമായ മുഗൾ കാലഘട്ടത്തിലെ മസ്ജിദായ ബാബറി മസ്ജിദ് അനധികൃതമായി നശിപ്പിച്ചത് ചരിത്രത്തിനെതിരായ ഒരു നിശബ്ദ യുദ്ധത്തിന്റെ പ്രഖ്യാപനമായിരുന്നു. ഇനി അടുത്ത ലക്ഷ്യം കാശിയും മധുരയുമാണ്. കാശ്മീർ, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് എന്നിവ ഉൾപ്പെടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഹിന്ദു മതപരമായ സ്ഥലങ്ങളാണെന്ന് പറഞ്ഞ് മുസ്ലിം സ്മാരകങ്ങൾ ബുൾഡോസർ ചെയ്യൽ, മുസ്ലിം മതകേന്ദ്രങ്ങളിൽ ഹിന്ദു പേരുകൾ കണ്ടെത്തുന്നതിനുള്ള പുരാവസ്തു ഗവേഷണം എന്നിങ്ങനെയുള്ള പുതിയ തന്ത്രങ്ങളിലേക്ക് BJP പുരോഗമിക്കുകയും ചെയ്തു. ഒരു ജനതയ്ക്ക് അവരുടെ ഭാവി നിഷേധിക്കാൻ ഭൂതകാലമാണ് അവർ ആദ്യം നശിപ്പിക്കുന്നതും.